ഡോക്ടറെ, PCOS എന്റെ മാരീഡ് ലൈഫിനെ ബാധിക്കുമോ? എന്നോട് ഒരു പേഷ്യന്റ് ചോദിച്ച ഒരു ചോദ്യമാണിത്. പലരും തുറന്നു പറയാത്ത ഒരു പ്രശ്നമാണിത്. കാരണം PCOS ഉള്ളപ്പോൾ ഈ മാരേജില് പ്രഗ്നൻസി പ്ലാനിങ് എല്ലാം വരുമ്പോൾ അത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാം, പ്രത്യേകിച്ചും ഫീമെയിൽ പാർട്ട്ണറിന്. ഇറഗുലർ പീരീഡ്സും ഇറഗുലർ ഓവുലേഷനും കാരണം ഒരു സേഫ് പീരീഡ് ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാനിങ് ചെയ്യാനോ ഒരു ഡിഫിക്കൽറ്റി വരാം. അത് ദമ്പതിമാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ശരിയായ ട്രീറ്റ്മെന്റ് വഴി, ലൈഫ് സ്റ്റൈൽ കറക്ഷൻസും വെയിറ്റ് മാനേജ്മെന്റും വഴി നാച്ചുറൽ പ്രഗ്നൻസി അച്ചീവ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൽഡർലി കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 35 വയസ്സിന് ശേഷം PCOS ഉള്ള സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മെറ്റബോളിക് ചേഞ്ചസ് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ കാര്യമായി ബാധിക്കാറുണ്ട്. വെയിറ്റ് ഗെയിൻ, അതുപോലെ ഹെയർ തിന്നിങ്, സ്കിൻ ഇഷ്യൂസ് ഒക്കെ കോൺഫിഡൻസിനെ വളരെയധികം ബാധിക്കുകയും സ്വയം ഒരു ബോഡി ഡിസ്മോർഫിയ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമായി തീരാം പലർക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പഴയ പോലെയല്ല, ഇപ്പൊ എന്നെ കാണാൻ ഭംഗിയില്ല എന്നുള്ളൊരു ചിന്ത ഇവരെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും. കൂടാതെ PCOS ഉള്ളവരിൽ സ്ട്രെസ്, മൂഡ് സ്വിങ്സ്, ആങ്സൈറ്റി എന്നിവ മറ്റുള്ളവരെക്കാൾ കൂടുതലായി കാണാറുണ്ട്. ഇത് അവരുടെ ദാമ്പത്യത്തെയും ബാധിക്കാം. ഹോർമോണൽ ചേഞ്ചസും ഇമോഷണൽ സ്ട്രെസ്സുമാണ് ഇതിന് പിന്നിൽ. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം വരുന്ന ക്ഷീണം, ഉറക്കത്തിന് സംബന്ധിച്ച പ്രശ്നങ്ങൾ എന്നിവയും അവർക്ക് ലോ ലിബിഡോ അഥവാ ലൈംഗിക താല്പര്യ കുറവും ഉണ്ടാക്കിയേക്കാം. ഇതും അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പിനെ ബാധിച്ചേക്കാം. PCOS എന്നാൽ പീരീഡ്സിന്റെ മാത്രം പ്രശ്നമല്ല, അത് വെയിറ്റ്, സ്കിൻ, ഹെയർ, ഫെർട്ടിലിറ്റി, ഇമോഷണൽ വെൽബീയിങ്, സെൽഫ് കോൺഫിഡൻസ്, ലിബിഡോ, ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ് എന്നിവയൊക്കെ ബാധിക്കാവുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. PCOSന്റെ ലക്ഷണങ്ങൾ ശരിയായ ചികിത്സയിലൂടെയും ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റിലൂടെയും ശരിയാക്കി എടുക്കാൻ സാധിക്കും. വെയിറ്റ് മാനേജ്മെന്റ്, ഫെർട്ടിലിറ്റി ഇഷ്യൂസ് എല്ലാം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ PCOS ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മാരീഡ് ലൈഫ് മോശമാകണമെന്നൊന്നുമില്ല. PCOS കാരണം മാരീഡ് ലൈഫിൽ നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് കമന്റ് ചെയ്യൂ. PCOS സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി അക്കൗണ്ട് ഫോളോ ചെയ്യൂ.